ഹരി ഓം. ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ AS ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജനുവരി 2026 ജനുവരി മാസം നമുക്ക് എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ മേടം ഇടവും പറഞ്ഞിരുന്നു. ഇപ്പൊ ഈ മിഥുന രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് വരിക നമുക്കറിയാം. നമ്മൾ 2026 പുതുവർഷത്തിലേക്ക് അടുക്കുകയാണ്. പുതിയൊരു ചുവടുവെപ്പിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഒത്തിരി ആഗ്രഹങ്ങളെയും ഒത്തിരി സ്വപ്നങ്ങളോടെയും ഒത്തിരി പ്രതീക്ഷകളോടെയും നമ്മൾ മുമ്പോട്ട് പോവുകയാണ്, അല്ലേ? അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ നേരുന്നു. അതിനൊപ്പം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായ പ്ലാനിങ് ആവശ്യമുണ്ട്. സോ അതിനു മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഒരു മാസം എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം നമുക്ക് ആ മാസം അനുസരിച്ച് പ്ലാനുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായൊരു കാൽക്കുലേഷനിലൂടെ നമ്മുടെ പ്ലാൻ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് അധികം താമസിക്കില്ല, വീഡിയോയിൽ കിടക്കാം. നമുക്കറിയാം മിഥുന രാശി എന്ന് പറയുമ്പോൾ മകേരമര, തിരുവാതിര, പുണർദം, മുക്കാലടങ്ങുന്ന 2 നക്ഷത്രമാണ് മിഥുന രാശി എന്ന് പറയുക, അല്ലെ? മിഥുന രാശി സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ബുധന്, സൂര്യന്, കുജന്, ശുക്രന് ഇവര് 4 പേരും 7ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പറയുന്നത്, അല്ലെ? 7ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഏതിൽ നിന്ന് എന്താണ്? മിഥുനത്തിലേക്ക് ദൃഷ്ടിയും അതുപോലെ തന്നെ വ്യാഴത്തിന് ദൃഷ്ടി എന്താണ്? 7ാം ഭാവത്തിലേക്കും വരുന്നുണ്ട്. കുജനിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടി വരുന്നുണ്ട്. സോ നമ്മൾ പരിശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാര്യം വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള സപ്പോർട്ട്, അതിനുള്ള സഹകരണം ഒക്കെ ആയിട്ട് ആളുകളൊക്കെ ചേരാനൊക്കെ യോഗമാണെന്ന സമയം തന്നെയാണ് ഈ മാസം എന്ന് പറയുന്നത്. മാസത്തിന്റെ ആദ്യം എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കറിയാം ഇവരെന്ത് ചെയ്യേണ്ട? ധനുരാശിയിൽ നിന്ന് മകര രാശിയിലേക്ക് ആരൊക്കെ? ബുധന, ശുക്രന, ആദിത്യന, കുജന ഇവര് 4 പേര് എന്താണ്? മകരൻ രാശിയിലേക്ക് മാറുന്നു. മകരൻ രാശിയിലേക്ക് മാറിക്കഴിയുമ്പോൾ മിഥുന രാശിന്റെ 2ാം രാശിയിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്, അല്ലെ? 7ാം ഭാവ ദൃഷ്ടി അല്ലെങ്കിൽ 7ാം ദൃഷ്ടി നോക്കിക്കഴിഞ്ഞാൽ ബുധന്റെ ദൃഷ്ടി, കുജന ദൃഷ്ടി, ആദിത്യന്റെ ദൃഷ്ടി, ശുക്രൻ ദൃഷ്ടി എന്ത് വരുന്നുണ്ട്? 2ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്. സോ നമുക്ക് നല്ല രീതിയിലൊരു വരുമാന സ്രോതസ് അല്ലെങ്കിൽ ഒരു എന്താണ് മണി ഫ്ലോ നമുക്ക് ഈ മാസം പറയാൻ പറ്റും. ഓക്കെ, മണി ഫ്ലോ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതനുസരിച്ച് മാനേജ് ചെയ്ത് പോകണം എന്ന് മാത്രം. തൊഴിലൊക്കെ നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരെങ്കിൽ കുറച്ച് സമയങ്ങളിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ തപ്പിയാൽ മാത്രം നമുക്ക് തൊഴിൽ മുന്നോട്ടൊക്കെ പോകാനും തൊഴിൽ ഭാഗ്യം, തൊഴിൽ ലബ്ധി അല്ലെങ്കിൽ തൊഴിൽ എന്താണ് പ്രൊമോഷൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് ഹാർഡ് വർക്കും കൂടുതലായിട്ട് ആവശ്യം വേണ്ടി വരുന്ന മാസം തന്നെയാണ് ഈ ജനുവരി മാസം എന്ന് പറയുക, കേട്ടോ. അതേപോലെ തന്നെ നമ്മളുടെ ഹാർഡ് വർക്കിന് കൃത്യമായിട്ട് റിസൾട്ട് തരുന്ന ഒരു ടൈം കൂടിയാണ് ഈ ജനുവരി മാസം എന്ന് പറയുന്നത്. അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യാഴത്തിന്റെ ദൃഷ്ടിയൊക്കെ നമുക്ക് എന്താണ് വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ആ വരുമാനം ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് നമ്മൾ സേവിങ് കൂടി ചെയ്യാൻ നോക്കിയില്ലെങ്കിൽ എന്താണ് വരുമാനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഇൻകം വരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ എന്താണുള്ളത് നോക്കി കഴിയുമ്പോൾ ഒന്നും കാണില്ലായിരിക്കും. സോ അതിന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായ സേവിങ്സ് ഒക്കെ ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം, കേട്ടോ. അടുത്ത നമ്മുടെ കുടുംബം ചെയ്ത് ഫാമിലി റിലേറ്റഡ് നോക്കി കഴിഞ്ഞാൽ ഈ ടൈം നിങ്ങൾക്ക് ഫാമിലിയിലേക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ പേഴ്സണൽ ടൈം കിട്ടുന്നതിന് കൂടുതൽ നിങ്ങൾ കൂടുതലും വർക്കഹോളിക് ആവാൻ അല്ലെങ്കിൽ കൂടുതൽ എന്താണ് ബിസിനസ് കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ബിസി ആവാൻ സാധ്യത കൂടുതലാണ്. ബിസിനസ് കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആയി കഴിയുമ്പോഴായാലും ഇനി അതല്ല ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമുക്ക് വിവാഹ കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചിന്ത അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകും, ഇപ്പൊ ഇത് കഴിക്കണോ, അല്ലെ ഇത് ആവശ്യമാണോ, അല്ലെങ്കിൽ വേണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ആവുന്ന ഒരു മാസമാണ് ഈ ജനുവരി മാസം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബജീവിതത്തിലായാലും നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും ഒരു ഐക്യക്കുറവുകളൊക്കെ അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ്. കൂടുതൽ കാരണം വെച്ചാൽ ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം കൂടുതലായിട്ട് കുറയും ഈ ടൈം എന്ന് പറയുന്നത്. കൂടുതൽ നിങ്ങൾ വർക്ക് റിലേറ്റഡ് ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങളിലേക്ക് മോൺ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ഫാമിലിക്ക് കൊടുക്കുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ ഫാമിലിക്ക് കൊടുക്കുന്ന ടൈം എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നതിന്റെ നിമിത്തം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അവർക്ക് ഒരു പരസ്പര ധാരണ കുറവുകൾ, പരസ്പരം തുറന്ന് സംസാരിക്കാത്തതിന്റെ കുറച്ച് പോരായ്മകൾ അതൊക്കെ നിമിത്തമാണ് കൂടുതലായിട്ട് വരേണ്ടത്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫാമിലിയും കൂടി നിങ്ങൾക്ക് കൂടെ സപ്പോർട്ടായി നിന്നാൽ മാത്രം നിങ്ങൾക്ക് ജോലിയിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാം. കാരണം നിങ്ങൾ നോക്കുമ്പോൾ ഒരു സ്ഥലത്തിന്റെ ജോലി ഒരു സ്ഥലത്തിന്റെ കുടുംബം നോക്കിക്കഴിയുമ്പോൾ കൂടുതൽ ആളുകളും എൻ്റെ കുടുംബം എന്നൊരു എന്താണ് ഡിപ്പെൻഡൻസിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ വർക്കിനെ അത് അഫക്റ്റ് ചെയ്യും. സോ നിങ്ങളുടെ ഫാമിലിയും കൂടി ഇതിന്റെ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, സ്റ്റാമിന ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളായതുകൊണ്ടാണ് അല്ലെങ്കിൽ ജോലി അതിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓക്കെ ആയി ഫാമിലിയും കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് പോകാനും
അത് കുറച്ചുകൂടി ഒരു സന്തോഷമായിട്ട് ആ കുടുംബജീവിതം മുന്നോട്ട് നയിക്കാനൊക്കെ സാധിക്കും കേട്ടോ. ഇനി സ്ത്രീകളുടെ കാര്യം എടുത്തു പറയാൻ ഈ ഒരു മാസം എന്ന് പറയുന്നത് കൂടുതലായിട്ട് അധ്വാനം ആവശ്യമായി വരുന്ന ടൈമായിരിക്കും. നമുക്കൊരു സ്വസ്ഥമായി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വർക്ക് ലോഡൊക്കെ കൂടുതലായിട്ട് വരിക. ഇത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ജോലിക്കും കൂടി പോകുന്ന സ്ത്രീകൾക്കാണ്. കുടുംബകാര്യങ്ങൾ മാത്രം നോക്കി നിൽക്കുന്നവർക്കാണെങ്കിൽ ആ ഒരു കാര്യം മാത്രം ഉണ്ടാവുള്ളൂ. അതല്ല, ജോലിയും കൂടി ഉള്ളവരാണെങ്കിൽ അതും കൂടി നോക്കി ഫാമിലി ലൈഫ് നോക്കി ഇതുകൂടെ വരുമ്പോൾ കുറച്ച് വർക്ക് ലോഡ് കൂടുതലായിട്ട് അനുഭവപ്പെടും കേട്ടോ. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ള സംശയങ്ങൾ, കൺഫ്യൂഷൻസ് ഇതൊക്കെ ഉണ്ടാവേണ്ട ഒരു മാസം തന്നെയാണ് ജനുവരി മാസം എന്ന് പറയുന്നത്. പക്ഷെ അത് വലിയ സീരിയസ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഉണ്ടാകുന്ന ഡൗട്ടുകൾ, കൺഫ്യൂഷൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറി കിട്ടുകയൊക്കെ ചെയ്യുന്ന ടൈം തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ എത്ര ടഫ് ആയിട്ടുള്ള കാര്യങ്ങളായാലും അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാനൊക്കെ സാധിക്കുന്ന ടൈം തന്നെയാണ്. നമുക്ക് വേണ്ടത് കൃത്യമായ ഒരു പ്രാക്ടീസ് ആണ്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. നമ്മളാൽ പറ്റുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കാം. നമുക്ക് എന്തൊരു കാര്യത്തിനും ധൈര്യത്തോടെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുക. എന്തൊരു കാര്യത്തിനും വിൽ പവർ കൊണ്ട് നേരിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് തന്നെ പോകുക. അതുപോലെ മാറ്റി വെക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് വലിയ കാര്യത്തിലൊന്നും പറയാനില്ലെങ്കിൽ പോലും ഏറെയായിട്ട് ഭാവം ചിന്തിക്കുമ്പോൾ നമുക്ക് ചില തരത്തിലുള്ള പ്രശ്നങ്ങൾ, ശരീരവേദനകൾ, ജോയിൻസ് പെയിൻ, ഗ്യാസ്ട്രിക് പ്രോബ്ലങ്ങൾ, ഊർജ്ജക്കുറവിന്റെ അല്ലെങ്കിൽ ഊർജ്ജത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു വൈദ്യ പരിശോധന നടത്തുക. എന്നിട്ട് എന്താണോ, ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണോ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് ഒന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മാറി കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. അടുത്ത നമ്മുടെ സീനിയേഴ്സ് ആയിട്ട് ഒരു 55-60 വയസ്സിന് മുകളിലേക്കുള്ളവർ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ടൈം എന്ന് പറയുന്നത് നിങ്ങൾ ലൈഫ് സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പോകുന്ന രീതിയിൽ തന്നെ പോകുന്നത് നല്ലതായിരിക്കും, കംഫോർട്ടായിരിക്കും. ഇനി അതല്ല, നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിലേക്ക് ഒന്നും പോകണ്ട. ഇനി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു സ്മോൾ എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തേക്കും നല്ലത്. ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് പറയാനുള്ളത് ഇതൊക്കെ ഒരു പൊതു ആയിട്ടുള്ള ഫലം മാത്രമാണ്. നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാനുണ്ട്, അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഹോറോസ്കോപ്പ് ചെക്ക് ചെയ്താലാണ് നമുക്ക് എങ്ങനെയുണ്ട് ടൈം എന്ന് മനസ്സിലാക്കാം. കാരണം നമുക്ക് നമ്മുടെ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ്, അനുകൂലമാണോ പ്രതികൂലമാണോ മനസ്സിലാവണം. നമുക്ക് ദേശാബുദ്ധിയാണ് നടക്കുന്നത്, അത് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊക്കെ മനസ്സിലാക്കി നമുക്കനുസരിച്ച് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇതൊരു പൊതുഫലമാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ. അപ്പം ഇത്രയൊക്കെയാണ്. നമ്മൾ സിമ്പിൾ ആയിട്ട് പോവുകയാണെങ്കിൽ സീനിയേഴ്സിനെ സംബന്ധിച്ച് ഈ ടൈം വലിയ പ്രശ്നമില്ല. നിങ്ങൾ ആരോഗ്യ കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് മിഥുനരാശിക്കാരുടെ ഫലം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഓരോ ദിവസങ്ങളും നമ്മളെ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, സന്ധ്യാനാമങ്ങൾ ചെയ്യുക, ഒന്നിച്ച് കുടുംബമായിട്ട് ചേർന്ന് ദീപം തെളിച്ച് എന്ത് ചെയ്യുക, ഒന്നിച്ച് ഇരുന്നൊരു പ്രാർത്ഥന ചെല്ലുക, നാമസങ്കീർത്തനം അല്ലെ. കലിയുഗത്തില് സർവ്വദോഷങ്ങളെയും സർവ്വദുരിതങ്ങളെയും സംഹരിക്കാൻ അല്ലെങ്കിൽ പരിഹാരമായിട്ട് നാമസങ്കീർത്തനം കൊണ്ട് സാധിക്കും അല്ലെ. അപ്പൊ ആ ഒരു നമുക്കാൽ അറിയുന്ന നാമസങ്കീർത്തനം എന്താണോ അത് ചെല്ലാം. ഇനി അതൊന്നും അറിയത്തില്ലെങ്കിൽ നമുക്കൊരു മന്ത്രം അറിയത്തുള്ളെങ്കിൽ ആ മന്ത്രം നിത്യം മുടങ്ങാതെ ജപിക്കുക. ഒന്നിച്ച് വിലക്കെത്തിച്ച് വെച്ച് ആ ദീപം തെളിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു ഐശ്വര്യം നമുക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കും അല്ലേ. അല്ലാതെ നമ്മൾ കുറേ വഴിപാടുകളോ കുറേ പൂജകളോ ഒക്കെ ചെയ്ത് നമുക്കടുത്ത് നമ്മളുടെ വീട്ടിൽ നമ്മൾ പൂജാമുറി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദീപം തെളിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ, അങ്ങനെ പറയാനുള്ള കാരണം വെച്ചാൽ എല്ലാ വീടുകളിലും ദീപം തെളിയിക്കാറില്ല. ചില വാസ്തുപ്രകാരമായിട്ട് നമ്മൾ ദീപം ജസ്റ്റ് കത്തിക്കുക, അവിടെ വെച്ചിരുന്ന് പ്രാർത്ഥിക്കുക ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പൂജാമുറി ഉണ്ടാവില്ല. സോ അങ്ങനെ വാസ്തു റിലേറ്റഡ് ആയി നോക്കി വെക്കുമ്പോൾ അങ്ങനെയാണ്. എന്നാലും നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം അല്ലെ. വിളക്ക് എത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നില്ല, അല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളത് നിൽക്കട്ടെ. അല്ലാതെ പോകും നമ്മൾ ദീപം തെളിക്കുന്ന സ്ഥലമാണ്, നമുക്കൊരു പൂജാമുറി ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, നിത്യേന വിളക്കെത്തിച്ച് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളാൽ പറ്റുന്ന പ്രാർത്ഥനകളൊക്കെ ചെയ്യുക. നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കും. ഇനി വീട്ടിൽ ശരിയായിട്ട് വല്ലാത്ത തൊട്ടടുത്ത് ക്ഷേത്രം ഉണ്ടെങ്കിൽ ഡെയിലി എന്ത് ചെയ്യുക, ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പോവുക. ഹാപ്പി ആയിട്ടിരിക്കുക, സൽചിന്തകളും സൽപ്രവർത്തികളും ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യാം, ഒരു കോടിക്കണക്കിന് വഴിപാടുകൾ നേർന്നു വെച്ചിട്ട് അല്ലെങ്കിൽ കോടിക്കണക്കിന് വഴിപാടുകൾ ചേർന്നിട്ട് നമ്മുടെ മനസ്സ് മൊത്തം ദുഷ്ചിന്തകളാണ്, ദുഷ്പ്രവർത്തികളാണ്, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാവില്ല. നമുക്കറിയാം, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കാര്യങ്ങൾ ഈ ജന്മത്തിലെ ഫലം മാത്രമല്ല, മുൻജന്മ കർമ്മവും കൂടിയാണ് ഈ ജന്മത്തിൽ കണക്റ്റഡ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഫലം കൂടിയാണ് നമ്മൾ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ചിലവരുണ്ട്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, പക്ഷെ അവരുടെ ലൈഫ് സ്മൂത്ത് ആയിരിക്കും. അപ്പോഴായിരിക്കും നേരഗതിക്ക് പോകുന്ന ആളുകളുടെ ചിന്ത, അവൻ ഇത്രയും ദുഷ്ടത അല്ലെങ്കിൽ അവൻ ഇത്രയും ദുഷ്ടതര കാര്യങ്ങളൊക്കെ ചെയ്യുന്നു.
പക്ഷെ അവർക്ക് ഒരു കുഴപ്പമില്ല. നന്നായി നമുക്ക് പോകുന്ന നമുക്കാണല്ലേ, നല്ല കാര്യങ്ങൾ നോക്കി നടന്ന് നമ്മൾ ചെയ്യുന്ന നമുക്കാണ് എപ്പോഴും ദുരിതങ്ങൾ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അവിടെ ചിന്തിക്കേണ്ടത് നമ്മുടെ മുൻജന്മ പ്രവൃത്തികൾ നിമിത്തം ഉണ്ടായിരുന്നൊരു ഫലമാണ് നമ്മൾ ഇവിടെ വന്നേക്കുന്നത്, ഈ ഒരു ജന്മം നമ്മൾ അനുഭവിക്കുന്നത് എന്ന് പറയുന്നത്. അവര് സംഭവിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ മുൻജന്മത്തിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. സോ അതിന്റെ നല്ല ഫലങ്ങൾ അവർക്ക് അതിന്റെ മടങ്ങ് കിട്ടുന്നതാണ്. പക്ഷെ അവർ ഈ ജന്മത്തിൽ ചെയ്യുന്ന ദുഷ്ഫലത്തിന്റെ കാരണം അവർക്ക് ആ കിട്ടുന്നതിന്റെ കാഠിന്യം കുറേ ഉണ്ടാവും. പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പോവാം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കിപ്പോ ഇന്ന് വരെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമ്മൾ ഇന്ന് മുതൽ എന്ത് ചെയ്യുക, കൂടുതലും സൽചിന്തകളും സൽപ്രവൃത്തികളും സൽസംഭാഷണങ്ങളൊക്കെ ചെയ്ത് ഒരു ഹാപ്പി മൈൻഡ് സെറ്റോടെ മുന്നോട്ട് പോവുക. എപ്പോഴും ഒരു എന്താണ് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കും. നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡുള്ള ആളായിരിക്കും എപ്പോഴും. ഈശ്വരനെ നന്ദി പറയാം. കാരണം നമ്മളൊരു കാര്യത്തിൽ കൊതിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇന്നുള്ള പല കാര്യങ്ങളും ഇല്ലാത്ത പലരും ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് കിട്ടിയതിനെ വെച്ച് നമ്മൾ സന്തോഷിക്കുക. എന്ന് വെച്ചാൽ അവിടെ വെച്ച് നിർത്തണം എന്നല്ല പറഞ്ഞത്. നമ്മുടെ ഡ്രീംസ് എന്ന് പറയുന്നത് എത്രമാത്രം വലുതാക്കാൻ പറ്റും അത്രയും വലുതാക്കി നമ്മൾ അതിനു വേണ്ടി സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുക. നമ്മൾ അത് പരിശ്രമിക്കാം. ഇനി മറ്റൊരാളെ ചതിക്കാനോ മറ്റൊരാളെ എന്താണ് കുറ്റം പറഞ്ഞുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ നമ്മുടെ ചെയ്യേണ്ട പ്രവൃത്തി കൃത്യമാണ് ചെയ്യുക. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ട കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഈശ്വരൻ, താൻ പാതി ദൈവം പാതി എന്നല്ലേ. അപ്പം ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫ് സയൻസസിലേക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.